السلام عليكم ورحمة الله وبركاته. الحمد لله غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا أطعنا سادتنا وكبراءنا فأضلونا السبيلا. ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ കഴിയും വിധം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനും ഇസ്ലാമിൻ്റെ ഭരണഘടനയായ ഖുർആനും തിരുസുന്നത്തുമനുസരിച്ച് ജീവിച്ച് മരണം വരെ പ്രമാണങ്ങൾക്കൊത്ത് ജീവിച്ച് മരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് നരകമുക്തനാണെന്ന് അള്ളാഹുവിൻ്റെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. റജബ് മാസത്തെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് വാറവലകൾ 11 മൗലൂആയ ഹദീസുകൾ, കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകൾ, 21 ലൈഫായ ഹദീസുകൾ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ പേരിൽ പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമച്ചതും യാതൊരു പരമ്പരയുമില്ലാത്ത ഹദീസുകൾ കൊണ്ട് റജബ് മാസത്തിൻ്റെ പവിത്രത പറയാറുണ്ട്. യഥാർത്ഥത്തിൽ റജബ് മാസം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. അതോടൊപ്പം തന്നെ ഒരു നിലക്കുള്ള അനീതിയും അക്രമവും ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കേണ്ട മാസമാണ്. അതല്ലാതെ പ്രത്യേകമായ നമസ്കാരമോ പ്രത്യേകമായ നോമ്പോ നബിയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഏത് യൂട്യൂബ് തുറന്നു നോക്കിയാലും ഞാൻ ഈ പറഞ്ഞ ദുർബലമായ ഹദീസുകൾ, അഥവാ റജബ് 27 രാത്രി 12 റക്അത്ത് നമസ്കരിക്കാൻ, അതുപോലെ തന്നെ പകലിൽ നോമ്പനുഷ്ഠിക്കാൻ, അതുപോലെ ദിക്റുകൾ സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 പ്രാവശ്യം, ഇങ്ങനെ ദിക്റുകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഇത്തരം ദിക്റുകളൊക്കെ നിർവഹിച്ചാൽ നമുക്ക് 100 വർഷം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മ ചെയ്താൽ ലഭിക്കുന്ന പുണ്യം ലഭിക്കുമെന്നാണ് ഒരു ഹദീസ്. ഇങ്ങനത്തെ 21 ലൈഫായ ഹദീസുകളും 11 മൗലൂആയ ഹദീസുകളും കെട്ടിച്ചമച്ച ഹദീസുകളും ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട്
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ച് മരണം പുൽകുമ്പോൾ ഈമാനോടുകൂടി പിരിയാൻ വേണ്ടി ഞാൻ ബോധപൂർവം പ്രാർത്ഥിച്ചാണ്. കാരണം ഈ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഇത് പറയുന്ന ആളുകൾ നമസ്കരിക്കുന്നതിന് നിയ്യത്ത് വെക്കാൻ വരെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിയ്യത്തോട് പറയുന്നത് ഉസല്ലി സുന്നത്തൽ മിഅ്റാജ് റക്അത്തൈനില്ല, ഈ 2 റക്അത്തായിട്ട് 12 റക്അത്ത് നമസ്കാരം മിഅ്റാജിന്റെ റജബ് 27 അന്ന് ഞാൻ നമസ്കരിക്കാൻ നിയ്യത്ത് വെക്കുന്നു എന്ന് പറയാം. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫാത്തിഹയും സൂറത്ത് മോദിയതിനു ശേഷം 12 റക്അത്ത് നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 പ്രാവശ്യം, നബിയുടെ പേരിൽ സലാത്ത് 100 പ്രാവശ്യം, ഇതെല്ലാം നിർവഹിച്ചാൽ 100 വർഷം നന്മ ചെയ്ത പ്രതികളുണ്ടാവും എന്നാണ് ഹദീസ്. 100 വർഷത്തെ നന്മ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇത്തരം ബിദ്അത്ത്, റസൂലുള്ള പഠിപ്പിക്കാത്ത ബിദ്അത്തുകളിൽ ചെന്ന് പെട്ടുപോകും. നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചയിലും റസൂലുള്ള മിമ്പറിന്റെ മുകളിൽ പറയുന്ന കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, ഞാൻ പഠിപ്പിക്കാത്ത നൂതനമായ ഏത് ആചാരങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാലും അത് ബിദ്അത്താണ്. ഒക്കുല്ലു ബിദ്അത്തിൻ ലലാല, എല്ലാ ബിദ്അത്തുകളും നൂതനമായി നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം വഴികേടിലാണ്. ഒക്കുല്ലു ലലാലത്തിൻ ഫിന്നാർ, അത് അവസാനം എത്തിച്ചേരുന്ന നരകത്തിലാണ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഖുൽ ഹൽ നുനബ്ബിയുക്കും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ളല്ല സൈഹും ഫിൽ ഹയാത്തി ദുനിയ വയഹ്സബൂൻ അന്നഹും യുഹ്സിനൂന സുനാ. ഖുൽ നബിയെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഹൽ നുനബ്ബിയുക്കും ബിൽ അഖ്സരീന അഅ്മാല, ഒരുപാട് സൽക്കർമ്മങ്ങൾ എന്ന ധാരണയിൽ ഒരുപാട് പ്രവർത്തിച്ചു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതേക്കുറിച്ചൊന്ന് വിവരം കൊടുക്കണം ജനങ്ങൾക്ക്. ഹൽ നുനബ്ബിയുക്കും, നാം നിങ്ങൾക്ക് അറിയിച്ചു കേട്ടയോ, ബിൽ അഖ്സരീന അഅ്മാല, പ്രവർത്തനങ്ങൾ പാഴായിപ്പോയതിനെ കുറിച്ച്. എന്താണ് അതിന്റെ പ്രത്യേകത? അവർ വിചാരിക്കുന്നത് അന്നഹും യുഹ്സിനൂന സുനാ, അവർ നല്ലതാണ് പ്രവർത്തിക്കുന്ന. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ പറയാ അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, സുബ്ഹാനൽ ദിക്റല്ലേ നിർവഹിച്ചിട്ടുള്ളൂ, 12 റക്അത്ത് നിസ്കാരല്ലേ നിർവഹിച്ചിട്ടുള്ളൂ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാത്തതാണെങ്കിൽ അത് സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ്. അതുകൊണ്ട് റജബ് മാസത്തിൽ ഒരു പ്രത്യേക നമസ്കാരമോ ഒരു പ്രത്യേകമായ നോമ്പോ അല്ലെങ്കിൽ പ്രത്യേകമായ ദിക്റുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ മിഅ്റാജിന്റെ രാവിലെ ഒരൊറ്റ ദിവസത്തെ നോമ്പിന് 60 മാസം നോമ്പ് ഇട്ടിച്ചതിന്റെ കൂലിയാണ്. 60 മാസം. ഇതൊക്കെ ലൈഫ് ഹദീസുകളുണ്ടാവും, മൗലൂദ് ഹദീസുകളാണ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കേൾക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് പറയും, അങ്ങനെയുണ്ട് ഹദീസ്, അതൊക്കെ അള്ളാന്റെ പ്രവാചകന്റെ പേര് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാ. അത് ഞാൻ വെറുതെ പറയല്ല, കെട്ടിച്ചമച്ചാണ്. നിങ്ങൾക്ക് കേൾക്കാം. മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രധാന പണ്ഡിതന്മാരായ അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ റിസാലുണ്ട്. റിസാല എന്ന് പറഞ്ഞ കൃതി, അതിന്റെ പേര് തബിയുൽ അജബ് ബിമാ വറദ ഫി ഫഅൽ റജബ്. റജബ് മാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അറിയിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളിൽ അദ്ദേഹം അത്ഭുതം കൂടുകയാണ്. അതുകൊണ്ട് ഹദീസില്ല, അത്ഭുതപ്പെടുക. എന്നിട്ട് പറയാ ലം യലിദ് ഫി ഫഅൽ ഷഹ്ർ റജബ്, റജബ് മാസത്തെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ വന്നിട്ടില്ല. എങ്ങനെ? സഹീഹയ വന്നിട്ടില്ല. വലാ ഫി സിയാമിഹി, ആ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ചും ഹദീസ് വന്നിട്ടില്ല. ആരാ പറയുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ തലയെടുപ്പുള്ള പണ്ഡിതനായ ഇബ്നു ഹജർ അസ്കലാനി. വലാ ഫി സിയാമി, വലാ ഫി സിയാമി ശൈഉൻ മിൻഹു മുഅയ്യൻ, നിർണിതമായ ഒരു ദിവസം, ഒരു റജബ് മാസം മുഴുവനുമോ അല്ലെങ്കിൽ ഒരു നിർണയ ദിവസം മാത്രമോ നോമ്പനുഷ്ഠിക്കുന്നതിന് ഹദീസ് വന്നിട്ടില്ല. വലാഫി ഖിയാമി ലൈല, രാത്രിയിലെ നമസ്കാരത്തിനും ഇസ്ലാമിൽ തെളിവില്ല. വലാഫി ഖിയാമി ലൈലത്തി മഖ്സൂസ, ഒരു പ്രത്യേകമായ രാത്രിയിലെ നമസ്കാരത്തിനും റജബിൽ ഒരു പ്രാധാന്യമില്ല. ഹദീസു സഹീഹ് യുസ്ലിലിൽ ഹുജ്ജ, തെളിവിന് പറ്റാവുന്ന ഒരു ഹദീസ് പോലും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നാര് പറയുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ തലയെടുപ്പുള്ള പണ്ഡിതൻ ഇമാം ഇബ്നു ഹജർ അസ്കലാനി. അതുപോലെ തന്നെ ഇമാം ഷൗക്കാനി, അദ്ദേഹം പറഞ്ഞറിയോ, ലം യരിദ് ഫി റജബിൻ അലൽ ഖുസൂസ് സുന്നത്തുൻ സഹിഹ, ഒരു പ്രത്യേകമായ സുന്നത്ത് റജബ് മാസത്തിൽ ഇസ്ലാമിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടില്ല. വല ഹസന, ഒരു ഹസനായ ഹദീസ് വന്നിട്ടില്ല. വല ലൈഫായ ഹദീസും വന്നിട്ടില്ല. പ്രത്യേകത ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെല്ലാം അദ്ദേഹം പറയാൻ ബൽ ജമീഉ മാ റുവിയ ഫീഹി അലൽ ഖുസൂസ്, പ്രത്യേകത ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഴുവൻ ഹദീസുകളും ഇമ്മാ മൗലൂൻ മക്ദൂബ്, ഒന്നുകിൽ കള്ളമായി ഉണ്ടാക്കിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസ്, ഔ ലൈഫ് അല്ലെങ്കിൽ ദുർബലം. ആരാ പറയുന്നത്? ഇമാം ഷൗക്കാനി. ഇത് മുജാഹിദ് പണ്ഡിതന്മാരല്ല കേട്ടോ,
സുന്നത്ത് ജമാഅത്തിന്റെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരാണ് ഇബ്നു ഹജർ അസ്കലാനി, ഇമാം ഷൗക്കാനിയൊക്കെ. അവരാ പറയുന്നത് എന്ത് ലൈഫായ ഹദീസുകളുള്ളൂ, മൗദൂഅ ഹദീസുകളുള്ളൂ. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, എന്നാ പിന്നെ എന്തെങ്കിലും 60, അത് മാത്രമല്ലോ 100 വർഷത്തെ നന്മയൊക്കെയാണ് പ്രതിഫലം. ആരും പെട്ടുപോകും അല്ലേ? 100 വർഷത്തെ നന്മ ഒരൊറ്റ ദിവസം കൊണ്ട്. അപ്പൊ ആരാ പോയി വീഴാണ്ടൊക്കെ? അതാണ് അല്ലാഹ് ചോദിച്ചത്. ഹൽ നുനബ്ബിയുക്കും ബിൽ അഖ്സരീന അഅ്മാല, പ്രവർത്തനങ്ങളെല്ലാം പരലോകത്ത് കിട്ടാത്ത വിധം നശിച്ചു പോയവരെ കുറിച്ചൊന്ന് പറഞ്ഞു വിട്ടാളി. എന്താ? അല്ലദീന ലല്ല സഈഹും ഫിൽ ഹയാത്തി ദുനിയ, ലോക ജീവിതത്തിൽ പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ലാത്ത, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ആശയങ്ങളിലൂടെ ജീവിതം വഴിവെച്ചു പോയ ആളുകൾ. വഹും യഹ്സബൂൻ, അവർ വിചാരിക്കുകയാണ് അന്നഹും യുഹ്സിനൂന സുന്ന, അവർ പ്രവർത്തിക്കുന്നത് നല്ലതാണ്. അതൊക്കെ അപകടം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചാണ് നാം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നരകത്തിൽ രക്ഷപ്പെടാൻ കഴിയൂ, എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് അഹ്സാബിലെ ആയത്ത്, അത് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം ഒന്ന് കേട്ടോക്കാം. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹ് പറയാം, നാളെ പരലോകത്ത് ഇപ്പൊ നമ്മള് വഴിവിട്ട അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്ത ആശയങ്ങളിലൂടെ, ആദർശങ്ങളിലൂടെ ജീവിച്ചു മരിച്ചു, നല്ലതാണെന്ന് വിചാരിച്ചു. ഓഹും യഹ്സബുൻ അന്നഹും യുഹ്സിനൂന സുന്ന, പ്രവർത്തിക്കുന്നതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചു, പക്ഷെ ഒക്കെ വഴിവെച്ചു പോയി. അങ്ങനെ വന്നാൽ നരകത്തിൽ മുഖം കുത്തി മറിയുന്ന ഒരു രംഗം അല്ലാഹു ഖുർആനിൽ പറയാം. യൗമ തുകല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിൽ ഇത്തരം പാപികൾ മുഖം കുത്തി മറിയും. സാധാരണ നമ്മള് മുഖം കുത്തിയല്ല പോവുക. നരകത്തിൽ ആളിക്കത്തും തീയിൽ പാപികളായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് വലിഞ്ഞു വീഴുന്ന, ഒലിച്ചു വരുന്ന ചലവും നീരും നിറഞ്ഞ, രക്തവും നിറഞ്ഞ, ദുർഗന്ധം വമിക്കുന്ന അതിനിങ്ങനെ മുഖംകുത്തി മറിയുക. സാധാരണ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ കണ്ടില്ല നിങ്ങൾ? നീന്തറിയാത്ത ആള് ചാടി അങ്ങനെ ഉണ്ടാവും. ആദ്യം പോവുക കാൽമല, എന്നിട്ട് കാല് കുത്തിയിട്ട് അടിയെത്തി കാല് കുത്തി പൊന്തി കൈ മുകളിലേക്ക് കാണിക്കും വെള്ളത്തിന്റെ, അല്ലെ? എന്നിട്ട് രണ്ടാമത് ഒന്നും കൂടി അതേമാതിരി തന്നെ പോകും കാൽമല്. മൂന്നാമത്തെ പോക്ക് മുഖത്തിന്റെ മുകളിൽ തിരിഞ്ഞാളും, കാല് മുകളിലും തല താഴത്തും വയ്ക്കും. ഈ വെള്ളത്തിലൊക്കെ വീണ് മരിക്കുന്നല്ലേ? അതാണ് അല്ലാഹ് പറയുന്നത്, യൗമ തുകല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിൽ മനുഷ്യന്റെ മുഖം കുത്തി മറിയുമ്പം യഖൂലൂൻ, അപ്പോൾ അവർ പറയും, യാ ലൈതനാ അത്തഅനാല്ലാഹ വ അത്തഅന റസൂല, അല്ലാഹു റസൂലും പറഞ്ഞതുപോലെ ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ നാശമേ, എന്തൊരു അപകടത്തിലാണ് വന്ന് പെട്ടത്. ഉണ്ടോ? അതാണ് നഷ്ടം. സൂറത്ത് കഹ്ഫിൽ പോകുന്നില്ലേ? വിചാരിച്ചതൊക്കെ നല്ലതാണ്, പക്ഷെ നരകത്തിലേക്ക് എത്തിയാലുള്ള അവസ്ഥ പറഞ്ഞു. യൗമ തുകല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂൻ, എന്നിട്ട് അവർ പറയാണ്, യാ ലൈതനാ അത്തഅനാല്ലാഹ വ അത്തഅന റസൂല, അല്ലാഹു റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അല്ലേ? എന്നിട്ട് അവർ പറയാ, റബ്ബേ ഒക്കാലു, എന്നിട്ട് അവർ ആ നരകത്തിൽ മുഖം കുത്തി മറിയുമ്പോ റബ്ബിനോട് പറയാ, റബ്ബനാ അത്തഅനാ സാദത്തനാ വ കുബ്റാഅനാ, നാഥ, ഞങ്ങളുടെ നാട്ടിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്ന വാചാലതയുള്ള പണ്ഡിതന്മാരുടെ നാവിന്റെ തുമ്പത്തിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയി. ഫഅലല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു നിന്റെ മാർഗത്തിൽ. അവര് നല്ലവരാണെന്ന് നമ്മൾ തോന്നി, അവര് നല്ല മനോഹരമായ ശബ്ദത്തിലും നല്ല രാഗത്തിലും അവർ ഞങ്ങളോട് പ്രസംഗിച്ചു, ഞങ്ങൾ അതിൽ പോയി പെട്ടു. ഫഅലല്ലൂന സബീല, ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അവരാണ് കുറച്ചുകൂടെ ഞങ്ങളെ വഴിപിഴപ്പിച്ചത്. അതുകൊണ്ട് റബ്ബന, ഞങ്ങളുടെ നാഥ, ആത്തിഹിം ലീഫൈനിൽ അദാബ്, ഞങ്ങളെ വഴിപിഴപ്പിച്ച ഈ നേതാക്കന്മാർക്കും ഈ പണ്ഡിതന്മാർക്കും ഇരട്ടി ശിക്ഷ കൊടുക്കണേ. നരകത്തിൽ മുഖംകുത്തി മറിയുമ്പോഴേ ആത്തിഹിം ലീഫൈനിൽ അദാബ്, അത് ശിക്ഷ മാത്രം പോരാ, വൽഅൻഹും ലഅനൻ കബീറ, വലിയ രൂപത്തിൽ അല്ലാഹു അവരെ ശപിക്കണം. ഈ സമൂഹത്തെ മുഴുവൻ നരകത്തിൽ എത്തിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, സഹാബത്ത് ജീവിതത്തിൽ പ്രവർത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നരകത്തിലെത്തിച്ച ഇവരെ നീ ശപിക്കണമേ റബ്ബേ, ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം. അപ്പൊ അള്ളാഹ് എന്താ പറയാ അറിയോ? കുല്ലുൽ ലീഫൈൻ, എല്ലാവർക്കും ഇരട്ടിയാണ്. പണ്ഡിതന്മാർക്ക് മാത്രമല്ല, ഞങ്ങളെ വഴി വേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കും വന്ന തലച്ചോറുന്നുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തുറന്ന പുസ്തകം പോലെ, പകൽ പോലെ തുറന്നു കിടക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു വിഭാഗം ആളുകൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലോ,
നിങ്ങൾ എന്ത് പറഞ്ഞു? അതൊക്കെ വഹാബികളാ. വഹാബികൾ അങ്ങനെ പറയാ, എല്ലാ നന്മകളും ഇല്ലാതാക്കുന്നവരാ, എല്ലാ നന്മകളും. ഇപ്പം അവർ പറയുമ്പോ ഒന്നായിട്ടാ പറയാ, അവർക്ക് സലാത്തില്ല, ദിക്റില്ല, ദുആഇല്ല, അല്ലേ? ഇതൊക്കെ എന്താ ഇല്ലാതെ കാരണം? ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ദുആഇ നമുക്കില്ല. നേരെ മറിച്ച് നിങ്ങളിപ്പോ കേട്ടി, ഞാൻ മിമ്പറിന്റെ മുകളിൽ കയറി ഓരോരുത്തര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഖുത്ബ ആരംഭിച്ചത്, അല്ലേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ട. നേരെ മറിച്ച് നമസ്കാര ശേഷം, ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുപ്രാർത്ഥന നടത്തിയില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ലം യഖൂലു, റസൂലുള്ളാഹി മുസല്ലിൽ ഇരിക്കാറില്ല. മാ യഖൂലു അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് പറയുന്ന സമയം വരെ അല്ലാതെ മുസല്ലിൽ ഇരുന്നിട്ടില്ല. പിന്നെ റസൂൽ തന്റെ മുഖത്തിലേക്ക് മാറിയിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്ലാണ്ട് ഒരു ഇമാമ് ദ്വാരക്കുകയും മറ്റേ മൗനങ്ങൾ ആമീൻ പറയുകയും ചെയ്യുന്ന സമ്പ്രദായം അത് നബി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ എന്താ, നബി പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യരുത്. ചെയ്താൽ നമുക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയില്ല, ഇല്ലേ? അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറയുന്നത് അറിയോ? സൂറത്ത് ഫുർഖാനിലല്ല പറയുന്നത്, യൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ. അത് എന്താ പറഞ്ഞറിയോ? അക്രമിയായ മനുഷ്യൻ, യൗമ യഅല്ലു ളാലിം, അക്രമി വിരല് കടിക്കും. അക്രമികളായ ആളുകൾ പരലോകത്തിനെ വിരല് കടിക്കും. യഖൂൽ, എന്നിട്ട് അവൻ പറയും, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂൽ സബീല. ജീവിതകാലത്ത് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നരകത്തിലേക്ക് പോകുമ്പോൾ വിരല് കടിക്കും. വിരലെപ്പോഴാണ് കഴിക്കുക? ഇപ്പൊ നമ്മളിന്ന് വിരലെപ്പോഴാണ് കഴിക്കുക? ഒരു എക്സാം എഴുതുകയാണ്. എക്സാം എഴുതിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പം നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ അള്ളാന്റെ. ദുനിയാവിൽ ഇപ്പൊ അള്ളാന്റെ എക്സാം എഴുതണമല്ലോ നമ്മള്. അതിൽ തെറ്റുകൾ എഴുതാണ്ടിരിക്കാനാണ് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പം കൈ കിട്ടിയപ്പോ ചോദ്യം കേട്ട വായിച്ചു നോക്കുമ്പോ എല്ലാ ഉത്തരവും നല്ല കൃത്യമായി അറിയാം, എല്ലാം അറിയാം. പക്ഷെ എഴുതാൻ പോകുമ്പോൾ എല്ലാം മറന്നുപോയി. കുറെ നേരം പരീക്ഷാർത്ഥികൾ എന്നറിയോ, പെന്നോണ്ട് ഇങ്ങനെ അടിച്ചു കളിക്കും, ഓർമ്മ കിട്ടാൻ ഉണ്ടല്ലേ? കുട്ടിക്കാലത്തൊക്കെ അടിച്ചു കളിച്ച ഓർമ്മ ഉണ്ടാവും. അപ്പൊ കുറെ അടിച്ചു കളിച്ചിട്ട് കിട്ടിയില്ല. അവസാനം എക്സാമിനേഷൻ ടൈമായി, പേപ്പർ വാങ്ങി. പേപ്പർ കൊടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഉത്തരം കിട്ടുക. അപ്പോഴെന്താ ഉണ്ടാവുക? വിരല് കടിക്കൂലേ? ഈ അവസ്ഥ നാളെ പരലോകത്ത് യൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, കൈകൾ കടിക്കുവൻ. എന്നിട്ട് എന്താ പറഞ്ഞു കടിച്ചിട്ട്? യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂൽ സബീല. അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന മാർഗം സ്വീകരിച്ച് ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായതിനെ വിദഗ്ധകൾ ചെയ്യാണ്ട്. എന്താ എന്നിട്ട് പറയാണ്ട്, യാ വൈലത്താ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല. പടച്ചോനെ, എന്നാൽ ഇന്ന ആളുകളെ കൂട്ടുകാരായി സ്വീകരിച്ചിട്ടില്ലായിരുന്നു എത്ര നന്നായിരുന്നു. പലപ്പോഴും നമ്മളുടെ കർമ്മപരമായ കാര്യങ്ങളാവട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളാവട്ടെ, സാംസ്കാരികമായ കാര്യങ്ങളാവട്ടെ ഒക്കെ കൂട്ടിയിട്ടുണ്ടാണ്, അല്ലെ? നമ്മൾ ബന്ധം ആരോടാ? അവരനുസരിച്ചാണ്. അതുകൊണ്ടാ പറഞ്ഞത്, യാ ലൈതനി, എന്റെ നാശമേ, ലം അത്തഖിദു ഫുലാനൻ ഖലീല, ഇന്നൊരാളെ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നതിന് എത്ര നന്നായിരുന്നു. ഖുർആനും ഹദീസും സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുമായി കൂട്ടുകൂടിയിരുന്നെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു. അതാ ഇപ്പൊ പറഞ്ഞു കഴിയുന്നത് കേട്ടോ. അപ്പൊ അത് സൂറത്ത് ഫുർഖാനിലല്ല പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ സൂറത്ത് അഹ്സാബിലെ ആയത്ത് പറഞ്ഞു, നരകത്തിൽ മുഖം കുത്തി മറിഞ്ഞ രംഗം പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക. തീർച്ചയായും നമുക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, സൂറത്ത് നിസായിൽ, വമൻ യുതിഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ആര് ജീവിക്കുന്നുവോ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ, താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗ്ഗം ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം ഉണ്ടോ? ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ ശാശ്വതവാസികളാണ്. ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ആ സ്വർഗത്ത് കയറില്ല. അപ്പൊ ആ വിജയം കിട്ടണമെങ്കിൽ അള്ളാഹു റസൂലും പറഞ്ഞ പോലെ ജീവിക്കണം. അതാ ഖുർആൻ പറയുന്നത് കേട്ടോ. വമൻ യഅസില്ലാഹു വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ച് ജീവിച്ചാലോ, വയതഅദ്ദ ഹുദൂദഹു, അവന്റെ അതിർത്തികൾ മറികടന്ന് ജീവിക്കുകയും ചെയ്താൽ, അള്ളാഹു റസൂലും പഠിപ്പിച്ച നിയമങ്ങൾക്ക് അപ്പുറം ആരെങ്കിലും ജീവിച്ചാൽ, യുദ്ഖിൽഹു നാറ, അവനെ നരകത്തിൽ പ്രവേശിക്കും. ഉണ്ടോ? അപ്പൊ നരകത്തിൽ പ്രവേശിക്കുന്നതിനും കാരണമുണ്ട്, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിനും കാരണമുണ്ട്. ഖാലിദീന ഫീഹാ, നരകത്തിലവർ ശാശ്വതവാസികളാണ്. ഇനിയോ
അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പറയാം വലഹു അദാബുൻ മുഹീൻ, നിന്ദ്യമായ ശിക്ഷ. നരകത്തിലാണെന്ന് മാത്രമല്ല, നരകത്തിൽ നിന്ദ്യമായ ശിക്ഷ ഉണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ചലവും രക്തവും കുടിക്കാൻ കിട്ടും. യുസ്കാമിൻ മാഇൻ സദീദ്, തിളച്ച് മറയുന്ന ചലം. അവനത് കുടിക്കാൻ ശ്രമിക്കില്ല ദാഹം കൊണ്ട്. നരകത്തിന്റെ അത്യുഷ്ണമായ ശൈത്യത്തിൽ ചൂടിൽ കിടന്ന് വെന്തുരുകുന്ന മനുഷ്യൻ എന്തെങ്കിലും ഒരു വെള്ളം കിട്ടിയാൽ തർക്കമില്ലെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് നരകം. നേരെ മറിച്ച് നമ്മളോട് എന്താ പറയാറിയോ, നമ്മളെ കാരണന്മാരൊക്കെ നരകത്തിലാണെങ്കിൽ നമ്മളും നരകത്തിലായിക്കോട്ടെ. എളുപ്പമുള്ള വർത്തമാനമാണല്ലോ. കാരണന്മാരൊക്കെ നരകത്തിലാണെങ്കിൽ നമ്മളും നരകത്തിലായിക്കോട്ടെ. അതിനെപ്പറ്റി അള്ള പറഞ്ഞു, എന്താ പറയാറിയോ, അള്ളാഹു ഇറക്കിയ വിശുദ്ധ ഖുർആനിലേക്ക് തിരുസുന്നത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് മക്കയിലെ മുശ്രിക്കുകളോട് പ്രവാചകൻ പറഞ്ഞപ്പോൾ കാലു അവർ പറഞ്ഞു, ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി അബാന, നമ്മളെ പൂർവ്വപിതാക്കന്മാരെ എങ്ങനെ ഞങ്ങൾ കണ്ടു അതേ നമ്മൾ പിൻപറ്റുള്ളൂ. അല്ലാണ്ട് അള്ളാഹു റസൂലും പറഞ്ഞ് നമ്മൾ കേൾക്കൂല. ഞങ്ങളെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താ, അതുകൊണ്ട് ഞങ്ങൾ അവരെ പിൻപറ്റുള്ളൂ. എന്താ അള്ളാഹ് പറയാ, അവലൗകാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, സൂറത്തുൽ ബഖറ. ആ പൂർവ്വപിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരും അള്ളാഹുവിന്റെ സന്മാർഗത്തിൽ എത്തപ്പെടാത്തവരുമാണെങ്കിലും പറയതാണ് എന്ത്, നമ്മളെ പൂർവ്വപിതാക്കന്മാർ എന്താണോ പിൻപറ്റിയതേ പിൻപറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും, ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടി ഒരു മരിച്ചോട്ട് ഖുർആൻ ഓതുക. ഖുർആൻ ജീവിതത്തിൽ പറഞ്ഞത അല്ലെ, മരിച്ചോട്ടോതാണോ? അല്ല. ഖുർആൻ എന്താ പറഞ്ഞത്, നിങ്ങൾ അൻദിർ മൻകാന ഹയ്യൻ, ഹയാത്തുള്ളവർക്ക് താക്കീത് കൊടുക്കാനാണ് ഖുർആൻ ഇറങ്ങി. സൂറത്ത് യാസീൻ, അതേ യാസീനാണ് ഇവിടെ ഓതുക. മരിച്ചോട്ട് അല്ലെ, നമ്മളെ ബാപ്പ മരിച്ചെടുത്ത് കെട്ടിയിട്ട് ബാപ്പനോട് പറയാ, പൊന്നാ രാജേരെ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും കറങ്ങുകയാണ്. നിങ്ങൾ ഒഴികെ മുബിനോട് കുറ്റി കറങ്ങില്ലല്ലോ. ഗോളങ്ങളൊക്കെ കറങ്ങാൻ ഇപ്പോഴാ പറയുന്നത്. അയാളെ ചിന്തിപ്പിക്കേണ്ട സമയം ഉണ്ടായിരുന്നു, ബുദ്ധി കൊണ്ട് അല്ലെ. അന്ന് ചിന്തിപ്പിച്ചില്ല. അന്ന് ഖുർആൻ എന്നിട്ടോ മരിച്ചോട്ട് ഖുർആൻ നല്ലതല്ലേ, ഖുർആനല്ലേ നല്ലതല്ലേ, നല്ലതാണെങ്കിൽ ആര് പഠിപ്പിക്കണം? റസൂൽ പഠിപ്പിക്കട്ടെ. തിങ്കളാഴ്ച വഫാത്തായ റസൂലിന്റെ മയ്യത്തോ ബുധനാഴ്ച അല്ലേ മറമാടിയത്? അത്രയും ദിവസങ്ങളിൽ ആരെ ഖുർആൻ ഓതി ഒന്ന് ചോദിക്കട്ടെ? അങ്ങനെ സംഭവം ഉണ്ടായില്ല. അള്ളാന്റെ റസൂലിനെ ഏത് നിലക്കാ സ്നേഹിച്ച കാര്യങ്ങള് സഹാബത്ത് അത്രമാത്രം. ഇത് റസൂൽ ബദറിലൊക്കെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പോകുമ്പം റസൂലിനോട് സഹാബത്ത് പറയാം, അള്ളാഹുവിന്റെ പ്രവാചകരെ യുദ്ധത്തിന് പുറപ്പെട്ടുള്ളൂ, ഞങ്ങളുണ്ടാവും കൂടെ, ഞങ്ങളുണ്ടാവും, ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അള്ളാന്റെ റസൂൽ ഈ സമുദ്രത്തിലൂടെ ഞങ്ങളോട് യാത്ര ചെയ്ത് മറുകര പറ്റാൻ പറഞ്ഞാൽ പോലും ഞങ്ങൾ അനുസരിക്കും, ഒരനുസരണക്കേടും കാണിക്കില്ല. അത്തരം അള്ളാഹുവിന്റെ പ്രവാചകന് പ്രിയപ്പെട്ട സഹാബത്ത് അവരാരും ഖുർആൻ ഓതിയില്ല. ഇതൊന്നും പഠിക്കാണ്ടാണ് ആൾക്കാർ ചോദിക്കുക, ഖുർആനല്ലേ നല്ലതല്ലേ, ദിക്റല്ലേ നല്ലതല്ലേ, നോമ്പല്ലേ പറ്റുമോ? ഇപ്പൊ സുബഹി നിസ്കാരം രണ്ടല്ലുള്ളൂ, നമ്മൾ നാലാക്കാൻ പറ്റുമോ? നിസ്കാരല്ലേ പറ്റില്ല. എന്തുകൊണ്ട്? ഇസ്ലാം പഠിപ്പിച്ചില്ല, അതാ കാരണം. സുബഹിക്കാണെങ്കിൽ നമ്മൾ കുറെ ടൈമുണ്ട്. ലുഹർ തിരക്കില്ല ഉണ്ടാക്കിയ അല്ലേ, വേഗം നിസ്കരിച്ച് പോയാൽ ജോലിക്കൊക്കെ എളുപ്പാ. എന്നിട്ട് അങ്ങനെ ആക്കിയവരുണ്ട് എളുപ്പാക്കാൻ വേണ്ടിട്ട്. അതൊക്കെ ഈ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. 5 വക്ത് നിസ്കരിക്കട്ടെ 3 ആക്കാൻ പറഞ്ഞില്ലേ, അവരെന്താ പറഞ്ഞ അതിൽ ഖുർആൻ അല്ലെ, അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, എല്ലാ വണ്ടിയും ബലിയും നമ്മളെ നരകത്തിൽ എത്താൻ വരെ ഒരുണ്ടാവും. അതാ പറഞ്ഞത്, പടച്ചോനെ ഞങ്ങൾ അനുസരിച്ചു പോന്നു. ആരെ? റബ്ബന ഇന്നന അത്തന സാദത്തന വ കുബറാന, നേതാക്കന്മാരെയാണ് പടച്ചോനെ അനുസരിച്ചത്. അതുകൊണ്ട് അവരാണ് പടച്ചോനെ ഫഅല്ലൂന സബീല, ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ ഞങ്ങൾ അകറ്റി വഴിപിഴപ്പിച്ചത് അവരാണ്. ഇതൊക്കെ നരകത്തിൽ നാളെ നടക്കാൻ പോണ കാര്യം ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓതുകയാണ്. അപ്പൊ നമ്മൾ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കല്ലേ? ഇപ്പൊ ഒരു കച്ചവടക്കാരനോട് പറയാണ്, ഇന്ന സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ലാഭം കിട്ടും, ഇന്ന സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളെ കച്ചവടം മാത്രമല്ല കംപ്ലീറ്റ് മുതലുകളും ഗവൺമെന്റ് കണ്ടുകിട്ടും എന്ന് പറഞ്ഞാൽ കണ്ടുകിട്ടുന്ന മുതൽ നമ്മൾ വാങ്ങും ഇല്ല. അപ്പം എന്ന് പറയും, അത് നമ്മൾ ചിന്തിക്കണ്ടേ? ചിന്തിച്ചല്ലേ ചെയ്യാവൂ കച്ചവടം അല്ലേ? പരലോകത്തേക്കുള്ള കാര്യം ചിന്തിക്കണ്ട. ആര് പറഞ്ഞാൽ മതി? നേതാക്കന്മാർ പറഞ്ഞാൽ മതി അല്ലെ? വാചാലമായി തള്ളുന്ന ആളുകളുണ്ട്, അവരങ്ങ് തള്ളും, നമ്മളത് കേൾക്കും, തൊണ്ടമിടാതെ മുങ്ങും,
എന്നിട്ട് ഓരോരോ വിധേയത്തുകൾ ചെയ്ത് എന്താ വിചാരിക്കുന്നത്? പടച്ചോനെ എനിക്ക് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ഒരുപാടുണ്ട് അല്ലേ എന്ന് വിചാരിച്ചിട്ട് മരിക്കുക. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് എന്ത്, പടച്ചോനെ ഇത് അവിടെ ഒന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഹബാം മൻസൂറ, ഒക്കെ ധൂളികളായിപ്പോയി. ധൂളി എന്ന പൊടി ഇപ്പൊ ഒരു 100 ഗ്രാം മൈദ വാങ്ങി നിങ്ങൾ ഭൂമിയിൽ വിതറിയാൽ ആ പൊടി നിങ്ങൾക്ക് കടലാസിൽ പകർത്താൻ കഴിയും. അതുപോലെ ധൂളിയായിപ്പോയി, ഒന്നുമില്ല. സങ്കടം. അതുകൊണ്ടാണ് വിരല് കഴിച്ചത്. മനസ്സിലായോ? അപ്പൊ ചിന്തിക്കണം. എന്ത് കാര്യം ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുമ്പോഴും അത് അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ടോ നോക്കണം. ഏത് കാര്യമായാലും. അതിപ്പം ഇബാദത്ത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ എങ്ങനെയാ കല്യാണം കഴിക്കേണ്ടത്? ഇസ്ലാമിൽ നിയമല്ലേ അല്ലേ? അതിനെ കഴിക്കാവൂ. അത് പറയുമ്പോഴേക്കും നിങ്ങളെ മുഖം കേടുവരും. കാരണം അജിബ് പിടിക്കല്ലേ, ബാക്കിയൊക്കെ പറഞ്ഞോളി. റജബും ഷഹബാനും ഒക്കെ പറഞ്ഞോളി. വരുമല്ല കല്യാണത്തിന് പിടിക്കല്ലേ. കല്യാണത്തിന് നമ്മൾ ചിലപ്പോൾ നമ്മളെ പിയ്യാപ്പളിനെ കൊണ്ടുവരിക JCBയിലായിരിക്കും. പിന്നെ കുടിക്കല് അതൊന്നും പറയരുത്. എല്ലാം അന്ന് റസൂൽ പറഞ്ഞത് അപ്പുറം ചെയ്താൽ അടങ്ങല. 12 വീടാ റസൂലുണ്ട്. ഒരൊറ്റ വീടിൽ നബി ഹൗസ്വാമിങ് നടത്തിയില്ല. ഒരൊറ്റ വീട്. നമ്മളോ ഹൗസ്വാമിങ് നടത്തിയത് മുമ്പൊക്കെ ഹൗസ്വാമിങ് നടത്തിയല്ലേ, കുടിക്കലൊക്കെ നടത്തിയത് അറിയോ? പാവപ്പെട്ടവൻ എങ്ങനെയെങ്കിലുമൊക്കെ പുരണ്ടാക്കും. അപ്പൊ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസക്കാർക്ക് കിട്ടാൻ വേണ്ടിട്ട്, എന്നിട്ട് അവിടെ കടമ്പിടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു കുടിക്കൽ നടത്തുക. എന്നിട്ട് നാട്ടിലുള്ള മലയാളിമാരൊക്കെ വിളിക്കും. എന്നിട്ട് ഓൾക്ക് എന്ത് ചെയ്യും, ഒരു ലേശം ചോറും കൊടുത്ത് ഓല ആ ചോറും തിന്ന് 1000-2000 കൊടുത്താൽ ഇവന്റെ കടമ്പ് വിടും. അതിനാണ് തുടങ്ങിയത്. ഇപ്പോഴോ ഇപ്പൊ ഇബിലീസോടെത്തി നിന്റെ വീടിന്റെ കുടിക്കലിന് ഞാൻ നിങ്ങളൊക്കെ വിളിക്കുക, ഞാൻ ഉണ്ടാക്കിയ ഗേറ്റിലുണ്ട് നിങ്ങളുടെ വീടിന്റെ പൈസ, ആ വീട്ടിലൊക്കെ. എന്നിട്ട് അവിടുത്തെ ക്ഷണം കിട്ടിയാലോ ആ ഇന്നെല്ലാവർക്കും ബഹുമാനം കേട്ടോ. നമ്മളാരും പോലില്ല. നിക്കാഹ് അതുപോലെ തന്നെ അല്ലേ? നബി എന്താ പറഞ്ഞത്? നിങ്ങൾ ഇജ്അലുഹാഫിൽ മസാജിദ്, പള്ളിയിൽ വെച്ചായിക്കോളി. ഖൈറുൻ നിക്കാഹി ഐസർ, ലളിതമായ വിവാഹമാണ് ഏറ്റവും ഉത്തമം. അള്ളാഹ്ക്ക് റസൂൽ ഇഷ്ടം. നമ്മൾ ഒഴിവാക്കുമോ? ഇല്ല. കാരണം നമുക്ക് എങ്ങനെ ഹോള് കിട്ടണം. ഹോള് കിട്ടാഞ്ഞാൽ നീട്ടി വെക്കുക കല്യാണം. പള്ളി ഇവിടെ വെറുതെ എടുക്കുക. ഇത്രയും വലിയ പള്ളിയുണ്ട്, ഇത്ര ആളുകൾക്ക് ഇരിക്കാൻ കഴിയില്ല ഹോളില്. അത്രയും സൗകര്യമുണ്ട്, 5 ദിവസം മുടക്കില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ പവർ അറിയിക്കുന്നതിന് വേണം ഹോള് വരണം. എന്നിട്ട് അവിടെ ആര് വരണം? മന്ത്രിമാര് വരണം, പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനത്തെ എല്ലാ നേതാക്കന്മാരും വരണം അല്ലേ? എന്നാലേ നമ്മളെ മോക്ക് ബർക്കത്താവുള്ളൂ, അല്ലെ നമ്മളെ മോൻക്ക്. വല്ലാത്ത മനുഷ്യൻ അത്രമാത്രം അപകടകാരിയായിരിക്കുക എല്ലാ വിഷയത്തിലും. അപ്പൊ അതിപ്പോ റജബിലായാലുമുള്ള നിസ്കാരത്തിലായാലുമുള്ള ഒക്കത്തിലും മരിച്ചോട്ട് ഖുർആൻ ഓതാനോ എന്തിലായിരുന്നത് ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ഇസ്ലാം ഇടപെട്ടില്ലേ? ഇസ്ലാം ഇടപെടാത്ത രംഗങ്ങളിൽ എല്ലാ രംഗങ്ങളും ഇസ്ലാം ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു റസൂലും പറഞ്ഞ പോലെ ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് അതാ ഖുർആൻ പറഞ്ഞു യതാദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറ, അള്ളാഹുവിന്റെ നിയമാതിർത്തികൾ അതിലംഘിച്ചാൽ യുദ്ഖിൽഹു നാറ, നരകത്തിൽ പ്രവേശിപ്പിക്കും. അതും ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ ശാശ്വത. വലഹു അദാബുൻ മുഹീൻ, നിന്ദ്യമായ ശിക്ഷയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തെറ്റുകളും പോരായ്മകളൊക്കെ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുണ്ട്. എപ്പോഴും അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. അതിന് പറ്റിയ മാസ ഇസ്തിഗ്ഫാർ ചെയ്യുക. അതാ നിങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കും. നിങ്ങൾ റമളാനിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പാ. അപ്പൊ റജബ് ഇപ്പൊ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ 4 മാസം പ്രത്യേകമായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തൗബയിൽ അല്ലേ, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 അള്ളാഹുവിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം ഒരു വർഷത്തിൽ 12. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായ മാസം അല്ലേ? ആ 4 മാസമൊക്കെ അത് സലാസത്തുൻ മുത്തവാലിയാത്ത്, 3 മാസം തുടർച്ചയായിട്ട്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. പിന്നെ റജബ്, മുലർ ഗോത്രം പവിത്രമായി കണ്ട റജബ്, ഈ 4 മാസത്തെ ഇത് അള്ളാഹ് പവിത്രമാക്കിയത്. എന്തിന്? നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം ചെയ്യാൻ പാടില്ല, അക്രമം ചെയ്യാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല, അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുക. അതിനുള്ള വഴിയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ വിദഗ്ധമായ ഹദീസുകളൊക്കെ വന്നത്, കെട്ടിയുണ്ടാക്കിയ ഹദീസുകളെ. അതൊന്നല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അക്രമം ചെയ്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും കൊടുത്തു വീട്ട്, ആരുടെയും മുതൽ പിടിച്ചിട്ടുണ്ടോ? കൊടുക്ക്. ആരുടെയും സേവനമാങ്ങിയുണ്ടോ? കൊടുക്ക് വയ്യ അമ്മസാങ്ങൾക്ക്. അതൊക്കെ റജബ് ചെയ്യേണ്ടത്. സേവനം വാങ്ങിയ മുതലേറ്റ് പുറണ്ടാക്കിയണോ? വണ്ടി വാങ്ങിക്കണോ? വണ്ടി വിറ്റിട്ട് പൈസ കൊടുക്ക്. അതാ റജബിൽ നടക്കേണ്ടത്. ഇപ്പൊ എല്ലാവരുടെ മുഖം കേടുവന്നോ?
പൈസ മടക്കി കൊടുക്കുന്ന എല്ലാവരും മുഖം കേട് വരും. അപ്പൊ ചിലെന്താ പറയുക, ചില ചെറുപ്പക്കാര് ഞാൻ വാങ്ങിയില്ല എന്റെ ബാപ്പയോട്. ബാപ്പ അരക്ക് വേണ്ടി വാങ്ങിയതാ അന്ന് വെച്ചിട്ട് ഒരു കുതിരക്കച്ചവടം നടത്തിയതാണ് മുമ്പ് അല്ലേ? എന്താ നിങ്ങൾ പറഞ്ഞത്? ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ 5 വക്ത് നിസ്കരിക്കുകയും ചെയ്യും, ഉംറക്കും പോവും, സേനം വാങ്ങിയിട്ടുണ്ട്. ഇത് ഹറാമായ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ട് മുമ്പിൽ ഉംറക്കാ പോയത്, അത് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്ര നന്മകൾ നടക്കട്ടെ. ആരെയും മതിക്രമിക്കരുത്, ആരെയും വഞ്ചിക്കരുത്, ആരെയും വെറുപ്പിക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അതൊക്കെ ഈ റജബ് മാസത്തിൽ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടി, മനസ്സിനെ ക്ലിയർ ചെയ്യാം. ആരോടും പക, വിദ്വേഷം, അസൂയതൊന്നുമില്ല, ഒഴിവാണ്. ഫലാത്തോലും നിങ്ങൾ ഒരു നിലക്കും അനീതി കാണിക്കരുത്. ആരോടും ഭാര്യമാരോട് അനീതി ഉണ്ടോ മാപ്പ് പറയണം. ഉമ്മാനോടും ബാപ്പാനോടും അനീതി ഉണ്ടോ മാപ്പ് പറയണം. ജ്യേഷ്ഠാഞ്ജന്മാർ പരസ്പരം തെറ്റി നിൽക്കുന്നുണ്ടോ ഇണങ്ങണം. ഇതൊക്കെ ചെയ്യുക കേട്ടോ. അല്ലാണ്ട് 12 റക്അത്ത് നിസ്കരിച്ച് 60 വർഷത്തെ പ്രതിഫലം കിട്ടും, 100 വർഷത്തെ പ്രതിഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞ ഹദീസ് പോയിട്ട് അതൊക്കെ ചെയ്യണ്ട. ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ കൽബിന് ഭയങ്കര ആരോഗ്യം വരും അല്ലേ? പണിയിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് ഇണങ്ങുമ്പോൾ ഉണ്ടാവും ഒരാരോഗ്യമില്ലേ? സ്ഥിരം ഹറാമായ പൈസ സമ്പാദിച്ചിട്ട് അത് തിരിച്ചു കൊടുത്തവരെ ആരോഗ്യമില്ലേ? അത് ഇവിടുന്ന് വരും, പരലോകത്തും വരും ആരോഗ്യം. അതുകൊണ്ട് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അകന്ന് ഒരുപാട് ജീവിച്ചു പോയിട്ടുണ്ട്. എല്ലാം റബ്ബിനോട് മാപ്പപേക്ഷിക്കുക. റഹ്മാനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുകയും നമ്മെ അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിച്ച് സ്വർഗം പോകാൻ സാധിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന നിലക്ക് ജീവിതത്തെ ശ്രദ്ധീകരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്കും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ബിദ്അത്തിൽ ആവേശം കാണിക്കരുത്. എല്ലാവർക്കും ബിദ്അത്തിനോട് ഭയങ്കര ആവേശം, സുന്നത്തിനോടില്ല. റസൂലിനെ പഠിപ്പിച്ച സുന്നത്തിനോട് ആവേശം ഉണ്ടാവില്ല. മൊഴികൾ ഇപ്പൊ എല്ലാ മാസത്തിലുള്ള നോമ്പില്ലേ, സുന്നത്ത് നോമ്പ് അതാരും നോൽക്കില്ല, തിരുവോണം വ്യാഴവും നോൽക്കില്ല. റജബില് റസൂല് പഠിപ്പിക്കാത്തതുണ്ട്, അതിന് ഭയങ്കര ആവേശ അല്ലേ? റസൂലിനെ പഠിപ്പിച്ച നിസ്കാരത്തിലൊന്നും ഉണ്ടാവില്ല. തഹജ്ജുദ് നിസ്കരിക്കലുണ്ടോ? ഇല്ല. തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. പ്രതീക്ഷയോട്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള മോഹത്തോടു കൂടിയും രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ പറ്റി അള്ളാഹ് പറയുന്നുണ്ട്. അത് നിസ്കരിക്കില്ല. പക്ഷെ നിസ്കാരം ഇല്ലാത്തതുണ്ടാവും, അത് നിസ്കരിക്കും. ഖുർആൻ പഠിക്കലുണ്ടോ? ഇല്ല. ഖുർആൻ സാറിന് ഓതുമില്ല, മരിച്ചോട്ട് ഓതും. അതിന് ഭയങ്കര ആവേശ. ആരെയോ തോൽപ്പിക്കാനോ വാശി അല്ലേ? ഈ മുജാഹിദീങ്ങൾ ഖുർആൻ ഓതില്ല. ഇനിയോ മയ്യത്തുണ്ടാവുമ്പോൾ ദിക്റ് അല്ലേ? നബി പഠിപ്പിച്ചില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോ തോളിലേറിയ മയ്യത്തിന്റെ ഇന്നത്തെ രാത്രിയെക്കുറിച്ച് ആലോചിച്ചാ പോകേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ രാത്രിയിലെ ഖബർ ജീവിതം. പടച്ചോനെ എന്തെല്ലാം സൗകര്യങ്ങളോടുകൂടി ജീവിച്ച മനുഷ്യനാണ് പടച്ചോനെ ഈ ആംബുലൻസിൽ അല്ലെങ്കിൽ ഈ മയ്യത്തുകളിൽ കൊണ്ട് അടക്കാൻ പോകാനുള്ളല്ലേ? റസൂൽ അങ്ങനെ ചെയ്യല്. മയ്യത്തോ കൊണ്ടുവന്നാൽ നബി അവിടെ ഇരിക്കും. ഒരിക്കലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കൊണ്ടുവന്നപ്പോ കരഞ്ഞിട്ട് ആ നിലം പോലും നനഞ്ഞുപോയിന്നാ. ഇങ്ങനെ റസൂലിനെ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഇദ്ദു, തയ്യാറായിക്കോട്ടോ, ലിഹാദൽ യൗം, ഈ ദിവസത്തിനുണ്ട്, ഈ ദിവസത്തിനോട് തയ്യാറായിക്കോളാം സഹാബത്തിനോട്. നമുക്കുണ്ട് ഇങ്ങനെ ദിവസേ. മയ്യത്തിന്റെ കൂടെ പോകണോ നമ്മൾ അവിടെ പോയി നമ്മൾ നിൽക്കില്ലേ? റസൂലിനെ നിന്നാ കരയ്യ, കരഞ്ഞു പോവും. കാരണം നമ്മോടത്തൊന്നും ഇല്ല. നമ്മൾ ദുനിയാവിൽ ജീവിച്ച് നമ്മൾ ഉണ്ടാക്കിയത് പുരയാണ്, കുട്ടികളെയാണ്, ജോലിയാണ്, സമ്പത്താണ്, ആരോഗ്യമാണ്, ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ആഹാരം ഉണ്ടാക്കിയില്ല. അതിനൊരു ദുഃഖമില്ല, സങ്കടമോടെ വല്ലാത്ത അപകടത്തിലേക്ക് പോകട്ടോ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇങ്ങനെയൊക്കെ ജീവിച്ച് അവസാനം നമ്മളെ ഇത്തരം പാപികളായ ആളുകളെ ഓരോരോ കൂട്ടം ആളുകളാണ്. ചിലര് മുബ്തദീങ്ങൾ, ബിദ്അത്ത് ചെയ്തവർ, ചിലര് അക്രമികൾ, ചിലര് കൊലപാതകികൾ, ചിലര് ലഹരിക്ക് അടിമപ്പെട്ടവർ. ഇപ്പൊ ഇന്നത്തെ കാലമാണല്ലോ, സ്വന്തം ഉമ്മാനെ വരെ കൊല്ലുന്ന മക്കളുള്ള കാലം.
എന്താ നിങ്ങൾ പറയുന്നത്? മാതാവിനെ കൊല്ലുന്നു, ഭാര്യനെ കഴുത്തറക്കുന്നു, അവിഹിത ബന്ധങ്ങൾ കൂടിയ കാലം, ലോകാവസാനത്തിന്റെ മുഴുവൻ അടയാളങ്ങളും ലോകത്ത് നഗ്ന നൃത്തം ചവിട്ടുകയാണ്. അത്ര പ്രയാസത്തിലപ്പോണ്ട് അത്തരം ആളുകളെ, ഓരോ വിഭാഗം ആളുകളെയും നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം അല്ലാഹു പറയുന്നുണ്ട്. ഇദാ ഉൽഖൂ ഫിഹാ സമിഉ ലഹാ ശഹീകം വഹിയ തഫൂർ. നരകത്തിലേക്ക് അള്ളാഹു ഇവരെ വലിച്ചെറിയുമ്പോൾ സമിഉ ലഹാ ശഹീകൻ, നരകത്തിൽ ഒരു ഷഹീക്ക് ഉണ്ടാവും. ഷഹീക്ക് എന്ന ഗർജനം, ഒരു ഗർജനം, സിംഹമൊക്കെ ഗർജിക്കുന്ന പോലെ എരനെ കിട്ടിയ സന്തോഷത്തിലെ നരകം ഗർജിക്കും. വഹിയ തഫൂർ, അത് തിളച്ചു മറിയും, നരകം തന്നെ തിളച്ചു മറിയും. എന്നിട്ടോ തക്കാതു തമയ്യസു മിനൽ ഖയൻ, ആ നരകം കോപത്താൽ പിളർന്നു പോവും, ആവുമാറാവും. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സാലഹും ഹസറത്തുഹാ, ഓരോ വിഭാഗം ആളുകൾ നരകത്തിലേക്ക് തള്ളിയിടപ്പെടുമ്പോൾ മലക്കുകൾ ചോദിക്കും, ഹസരത്ത് പാറാവുക, ഹസറത്തുഹ, മാലിക്കും 19 മലക്കുകൾ ഉണ്ടാവും അല്ലെ? മാലിക് എന്ന മലക്കും 19 മലക്കും നരകത്തിന് പാറാവുകയുണ്ടാവും. നരകത്തിന് ഓടി രക്ഷപ്പെട്ട ആൾ വെച്ചിട്ടല്ല, അതിലേക്ക് കയറിയിട്ട് രക്ഷപ്പെട്ട ആൾ വെച്ചിട്ടല്ല, അവിടെ പാറാവുകയുണ്ടാവും. അവരിവരോട് ചോദിക്കുക, അലം എത്തിക്കും നദീർ, ഈ ദിവസത്തെക്കുറിച്ച് താക്കി നൽകാൻ വന്നിട്ടില്ലായിരുന്നു ആരും? അലം എത്തിക്കും നദീർ, കാലു ബല ഖർജാഅനാ നദീർ. ഈ നരകത്തിൽ പെട്ടുപോയ ആൾക്കാർ പറയാ, പടച്ചോനെ നദീറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഖുത്ബകൾ കേട്ടു, ക്യാമ്പുകളിൽ പങ്കെടുത്തു, സമ്മേളനങ്ങളിൽ പങ്കെടുത്തു, ഒരുപാട് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു, ഒരുപാട് സൈറം മുഴക്കി ഓടുന്ന വണ്ടികൾ കണ്ടു. ഇതൊക്കെ താക്കിയതല്ലേ? ഇമാം സഅദി പറഞ്ഞതുപോലെ, ആധുനിക മുഫസ്സിറായ സഅദി പറഞ്ഞതെന്താ അറിയോ? ഇവിടെ ഒരു അടുത്ത വീട്ടിലൊരാൾ മരിച്ചാൽ നദീറാണ്. കാരണം നാളെ നമ്മൾ നിൽക്കാനുള്ള നമ്മൾ താക്കിയതാ. വാഹനം ഓടി സൈറം മുഴക്കി ഓടുന്നില്ലേ ആംബുലൻസ്, അത് നമുക്ക് താക്കിയതാ. ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് കൊണ്ടുപോയില്ലേ, അത് നമുക്ക് താക്കിയതാ. അലം എഴുത്തിക്കും നദീർ, വെറും ഖുർആനും ഹദീസും പ്രഭാഷണവും മാത്രമല്ല, ജീവിതത്തിൽ എല്ലാ രംഗവും താക്കിയതാ. അലം എഴുത്തിക്കും നദീർ, കാലു ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്ന, ഞങ്ങൾ തള്ളിക്കളഞ്ഞു പടച്ചോനെ. ഇത്തരം ഖുത്ബകളൊക്കെ കേൾക്കുമ്പോഴേ ശ്രദ്ധിച്ചില്ല. വഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ഇന്നൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, വഴി വെച്ച ആൾക്കാരാണ്, ഒരു വിവരമില്ലാത്ത ആൾക്കാരാ പറയുന്നതൊക്കെ. നിങ്ങൾ ഇഷ്ടംപോലെ ജീവിച്ചോളി, അതാണ് ഏറ്റവും നല്ലത്. എപ്പോഴാ പറയുന്നത്? നരകത്തിലേക്ക് ഓരോ വിഭാഗം ആളുകളെയും തള്ളുമ്പോൾ. ഗീബത്ത് പറഞ്ഞൊരു വക, കള്ളുടിയന്മാരൊരു വക, പലിശക്ക് വാങ്ങിയോടും കൊടുത്തോളും വേറെ വക, കൊള്ളലാഭം ഉണ്ടാക്കിയോളും വേറല്ല. അതിന് ഓരോ ഫൗജാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു വാർച്ചവർ വേറൊരു വക. ഇങ്ങനെ ഓരോ വിഭാഗത്തെയും കൊണ്ടുവന്ന് തള്ളുമ്പോൾ മലക്കുകൾ ചോദിക്കുക, അലം എത്തിക്കും നദീർ, താക്കീതുകാർ ആരും വന്നിട്ടില്ലായിരുന്നു, ഇതൊന്നും പറഞ്ഞേരെ, ഇതൊന്നും ചെയ്യരുതെന്ന് പറയാൻ ആരും വന്നില്ലേ? ബലാ ഖദ് ജാഅനാ നദീർ. എന്നിട്ടോ അവർ പറയാ, ഖുർആനിൽ പറയാ, സൂറത്ത് മുൽക്കെടുത്തുകൾ അതല്ലേ, ഫഅ്തറഫൂ ബിദൻബിഹിം, അവർ ചെയ്തു പോയ എല്ലാ തെറ്റും റബ്ബിനോട് പടച്ചോനെ സമ്മതിക്കുകയാണ്. ചെയ്തുപോയി പടച്ചോനെ, ബിദ്അത്തുകൾ ചെയ്തുപോയി പടച്ചോനെ, കള്ള് കുടിച്ചുപോയി പടച്ചോനെ, പലിശ വാങ്ങിപ്പോയി പടച്ചോനെ. ഫഅ്തറഫൂ ബിദൻബിഹിം ഫസൂഖൻ ലിഅസ്ഹാബിസ് സൈർ, ജ്വലിക്കുന്ന നരകത്തിന്റെ ആളുകൾ വിദൂരം, ഇവിടെ നിൽക്കാൻ പാടില്ല. ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ അള്ളാഹുവിനോട് അവിടെ വർത്താനം പറയാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ മരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളാണ്, അനുഭവങ്ങളാണ്. ഇതൊക്കെ എത്രയും ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടും നന്നാകാൻ തയ്യാറാവാത്തവർ വളരെയധികം, നമ്മൾ പറയല്ലേ, വല്ലാത്തൊരു മൃഗം പോലത്തെ മനുഷ്യൻ അല്ലേ. ഇനി അങ്ങനെ അങ്ങ് പറഞ്ഞുണ്ട് നമ്മളെ ജീവിതം നമ്മൾ ഖുർആനിലേക്ക് ഒത്തിരി സുന്നത്തിലേക്കും കൊണ്ടുവരണം. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ആ നിലയ്ക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മളെ മക്കൾ ലഹരിക്കടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് തലമുറ, അത് വെറും ലഹരി തുടങ്ങലല്ല, അത് മുടിമെന്നാ തുടങ്ങുക. മുടി വളർത്താൻ തുടങ്ങിയാൽ, വല്ലാണ്ട് നീളത്തിൽ മുടി വളർത്താൻ തുടങ്ങിയാൽ നബി പറയും, ജുബാബ് ജുബാബ്, ഈച്ചയാണ്. അതെന്താ ഈച്ച എന്ന് പറയാൻ കാരണം? മുടി വല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വളർത്തിയത് എവിടെ വരെ അറിയോ? ഈ ചെവിക്കുന്ന് വരെ കട്ട് ചെയ്യും. കറക്റ്റാ, ഇവിടെ വെച്ച് കട്ട് ചെയ്യും. അല്ലാണ്ട് ചേന വെട്ടിയ മൈലല്ല. ഇപ്പൊ ഉള്ള കുട്ടികളൊക്കെ തലമൊക്കെ കെട്ടി ഒക്കെ ചേന അരിഞ്ഞ മൈലുണ്ടാവും. മുടി വളർത്തുന്ന മുടി അള്ള തന്നതാ നമുക്ക്. പക്ഷെ അതിന് എന്തുണ്ട്? അതിനെ ബഹുമാനിക്കുന്ന ആർക്ക് മുടിയുണ്ടോ ഫൽ യുക്രീം ഷഹറഹുന്ന, മുടിനെ ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ട ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ചെയ്യണം. ആ മുടിയാണ് ആദ്യം തുടങ്ങുക വളർത്തുക. മുടി ഇങ്ങനെ വളർത്തി മുടി ഇങ്ങനെ ഇളക്കാൻ തുടങ്ങുമ്പോൾ വണ്ടിമേനൊക്കെ പോകുമ്പോൾ ഒരു ഹീറോയിസം വരും.
അപ്പൊ ഹീറോയിസം വരുമ്പോ ചിലരോട് പറയും നമുക്ക് ബീച്ചിൽ ഒരു സാധനം ഉണ്ടടാ MDMA ഒരല്പം കഴിച്ചു നോക്ക്, വെറുതെ കഴിച്ചാൽ മതി, ഒന്നും വരാൻ പോലില്ല, അഡിക്റ്റാവുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഇവിടെ വയനാട്, എറണാകുളം, കോഴിക്കോട് ബീച്ചിലൊക്കെ ഇഷ്ടം പോലെ നമ്മളെ മക്കൾ അതിനാ പോണ്ട്, ആണും പെണ്ണും. അറിയുള്ളൂ, നിങ്ങൾ കഴിക്കേണ്ട നിങ്ങളെ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ ഉഷാറാണ്, എല്ലാം അപകടത്തിലാണ്. നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിലോ പെരടി താത്തേണ്ടി വരും, കുടുങ്ങിപ്പോവും. സ്വന്തം മക്കളുടെ കയ്യാൽ കഴുത്തറക്കപ്പെടുന്ന ഒരവസ്ഥ കാലം വരും, വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇസ്ലാമിലേക്ക്, തിരുസുന്നത്തിലേക്ക്, വിശുദ്ധ ഖുർആനിലേക്ക്, തിരുസുന്നത്തിലേക്കും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അടുപ്പിച്ചു കൊണ്ടുവരിക രക്ഷിതാക്കൾ കേട്ടോ. അതിന് ഒരടിച്ചും അവരെ ദ്രോഹിച്ചുമല്ല, നല്ല ഉപദേശം. ഇത് അവരാരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് പരിശോധിക്കുക, ഞാൻ ധരിപ്പിക്കുന്നില്ല. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒന്നിച്ച് സ്വർഗത്തെത്തിക്കണം. നമ്മൾക്ക് എല്ലാവരും കൂടി നരകത്തിൽ നിന്ന് അല്ലാഹു തടയപ്പെടണം അല്ലേ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു സ്വർഗത്തിൽ ഇടം നൽകുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമായ റബ്ബ് അവന്റെ മഹത്തായ മഹലായ ഫഅല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ആരോഗ്യത്തോട് ജീവിച്ച് ആർക്കും ബാധ്യതയില്ലാതെ പ്രയാസമില്ലാതെ അനായാസന മരണം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.